ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അഡ്മിൻ സൈഡുള്ള ലോഗിൻ പേജാണ്. നമ്മൾ യൂസറിന് വേണ്ടിയിട്ട് സൈനപ്പും ലോഗിൻ പേജും സെറ്റപ്പ് ചെയ്തു. ഇനി നമുക്ക് അഡ്മിൻ സൈഡിൽ നിന്ന് എങ്ങനെയാണ് പ്രോഡക്റ്റ് കാറ്റഗറീസും ബ്രാൻഡ് എല്ലാം ലിസ്റ്റ് ചെയ്തതെന്ന് നോക്കാം. സോ അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അഡ്മിന് വേണ്ടിയിട്ട് ഒരു ലോഗിൻ പേജ് സെറ്റപ്പ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം app.js ഫയൽ വന്നതിന് ശേഷം അഡ്മിൻ പാത്തിലേക്ക് വരുന്ന എല്ലാ റിക്വസ്റ്റുകളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിൻ റൂട്ടർ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് app.use/admin റൂട്ടർ. നമുക്കിനി അഡ്മിൻ റൂട്ടർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം കോൺസ്റ്റ് അഡ്മിൻ റൂട്ടർ റിക്വയർ ദെൻ റൂട്ട്സ് ഫോൾഡറിനകത്ത് അഡ്മിൻ റൂട്ടർ. നമുക്ക് റൂട്ട്സിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം അഡ്മിൻ റൂട്ടർ .js. ആദ്യം നമുക്ക് എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്യാം കോൺസ്റ്റ് എക്സ്പ്രസ് റിക്വയർ എക്സ്പ്രസ്. നമുക്ക് അതിൽ നിന്ന് റൂട്ടർ കോൾ ചെയ്യാം കോൺസ്റ്റ് റൂട്ടർ എക്സ്പ്രസ് ഡോട്ട് റൂട്ടർ. നമുക്ക് യൂസർ കൺട്രോളർ ക്രിയേറ്റ് ചെയ്തതുപോലെ അഡ്മിന് വേണ്ടിയിട്ട് ഒരു അഡ്മിൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം. കൺട്രോളേഴ്സിൽ അഡ്മിൻ കൺട്രോളർ .js. നമുക്ക് ആ ഫയൽ ഇമ്പോർട്ട് ചെയ്യാം കോൺസ്റ്റ് അഡ്മിൻ കൺട്രോളർ റിക്വയർ കൺട്രോളേഴ്സ് അഡ്മിൻ കൺട്രോളർ. നമുക്കിനി അഡ്മിൻ ലോഗിന് വേണ്ടിയിട്ട് റൂട്ട് സെറ്റപ്പ് ചെയ്യാം. റൂട്ടർ ഡോട്ട് ഗെറ്റ് നമുക്ക് റൂട്ടിന് ലോഗിൻ കൊടുക്കാം ലോഗിൻ ദെൻ അഡ്മിൻ കൺട്രോളർ ഡോട്ട് നമുക്ക് ലോഡ് ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൊടുക്കാം. നമുക്കിനി ഈ റൂട്ടർ എക്സ്പോർട്ട് ചെയ്യാം module.exports റൂട്ടർ. നമുക്ക് ആദ്യം യൂസർ മോഡൽ ഇമ്പോർട്ട് ചെയ്യാം കോൺസ്റ്റ് യൂസർ റിക്വയർ മോഡൽസ് യൂസർ സ്കീമ. മോങ്കൂസ് ഇമ്പോർട്ട് ചെയ്യാം കോൺസ്റ്റ് മോങ്കൂസ് റിക്വയർ മോങ്കൂസ്. നമുക്ക് bcrypt ഇമ്പോർട്ട് ചെയ്യാം പാസ്വേഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റ് bcrypt റിക്വയർ bcrypt.
നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ലോഡ് ലോഗിൻ റിക്വസ്റ്റ് റെസ്പോൺസ് സെഷനിൽ അഡ്മിൻ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിൻ സൈഡിലുള്ള ഡാഷ്ബോർഡ് ലോഡ് ചെയ്യുന്ന ലോജിക്ക് എഴുതാം. സോ റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് അഡ്മിൻ. അഡ്മിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ലോഗിൻ പേജ് റെൻഡർ ചെയ്യുന്ന രീതിയിൽ റെസ്പോൺസ് ഡോട്ട് റെൻഡർ അഡ്മിൻ ലോഗിൻ ഒരു ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അഡ്മിൻ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ, കാരണം എറർ ഒന്നും വരാനില്ല. സോ എറർ പാസ് ചെയ്യില്ല. സോ നമ്മുടെ നള്ളായിട്ട് നമുക്ക് പാസ് ചെയ്യാം. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ലോഡ് ലോഗിൻ. നമുക്ക് അഡ്മിൻ ലോഗിൻ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ അഡ്മിന് വേണ്ടിയിട്ടുള്ള ലോഗിൻ പേജ്. നിങ്ങൾ അഡ്മിൻ ഹൈഫൺ ലോഗിൻ എന്ന് പറഞ്ഞ പേജിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. സെയിം ടെംപ്ലേറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിനി അഡ്മിനായിട്ട് മാറ്റുന്നത്, നമ്മളൊരു യൂസർ സൈനപ്പ് ചെയ്ത് നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു യൂസറിനെ എടുത്തിട്ട് നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ട് അഡ്മിനാക്കി, നമ്മൾ മാനുവലായിട്ട് ആണ് അഡ്മിനാക്കി മോഡിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നെയിം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് അഡ്മിൻ കൊടുക്കാം. ഇമെയിൽ നമുക്ക് ഒരു അഡ്മിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമെയിൽ എന്ന നിലയിൽ നമുക്ക് admin@ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വെബിൻ്റെ പേജ് ഇത് കൊടുക്കാം. ഞാൻ menfashion.com കൊടുക്കുന്നു. ഇഷ്ടമുള്ളത് കൊടുക്കാം. നമ്മൾ സൈനപ്പും OTP ഒന്നും സെൻഡ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഇമെയിൽ ID കൊടുക്കാം. ദെൻ ഈസ് അഡ്മിൻ എന്നുള്ളത് ഫോൾസ് ആയിരുന്ന ഡിഫോൾട്ട് അത് ചേഞ്ച് ചെയ്ത് ട്രൂ ആക്കി മാറ്റാം. കാരണം ഇത് അഡ്മിനാണ്. സോ നമ്മൾ അഡ്മിനാക്കി മാറ്റി. സോ ഇനി നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ അഡ്മിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഈ അഡ്മിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ദെൻ ഡാഷ്ബോർഡ് റെൻഡർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കാറ്റഗറിയും ബ്രാൻഡും പ്രോഡക്റ്റ് എല്ലാം ക്രെഡ് ഓപ്പറേഷൻസ് വഴി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം.